ഇംഗ്ലീഷ് ഫോർ ദ മീഡിയ എന്നുള്ള 6th സെമ്മിലെ പേപ്പറിൽ 4 ഇയേഴ്സിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓരോ ക്വസ്റ്റിനും ഞാനൊരു 5 പോയിന്റ്സ് വീതമാണ് പറഞ്ഞു പോന്നേക്കുന്നത്. 1 വേർഡ് ആണെങ്കിലും 2 മാർക്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൻ്റെ ഡുവൽ പർപ്പസ് എന്താണ്? ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇൻഫോം ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനുമാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്, ഇവൻറ്റ്സും അപ്ഡേറ്റ്സും എല്ലാം പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നു. പബ്ലിക് ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നു അവർ എഡിറ്റോറിയൽസും ഫീച്ചേഴ്സ് ന്യൂസ് വഴിയും. അതുപോലെ തന്നെ എന്താണ്, കോളംസും കോമിക്സും ലൈഫ് സ്റ്റൈൽ പീസസ് വഴി അവർ ആളുകളെ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഡെമോക്രസിയുടെ ഒരു വൈറ്റൽ പാർട്ടാണ്. ആൻഡ് ഓൾസോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു വാച്ച് ഡോഗ് ആണ് എന്തെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ലീഡ്? ലീഡ് എന്ന് വെച്ചാൽ ഒരു ന്യൂസ് സ്റ്റോറിയിലെ ഓപ്പണിംഗ് പാരഗ്രാഫിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. അതാണ് ആ പാരഗ്രാഫിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ വളരെ ഷോർട്ട് മാനറിൽ പറഞ്ഞു പോയേക്കുന്നത്. ഈ പാരഗ്രാഫിനകത്താണ് നമ്മൾ 5 Ws ആൻഡ് 1 H കാണുന്നത്. അതായത് ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. പിന്നെ ഈ സ്ട്രോങ് ലീഡ് എന്ന് പറയുന്ന റീഡറിൻ്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുന്നതാണ്. ആർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ആ ന്യൂസിൻ്റെ റെസ്റ്റ് ഓഫ് ദി ടോൺ സെറ്റ് ചെയ്യുന്നതും ഈ ഒരു പാരഗ്രാഫ് ആയിരിക്കും. ഇനി എന്താണ് പർപ്പസ് ഓഫ് റൈറ്റിംഗ് എ ന്യൂസ് സ്റ്റോറി? എന്തിനു വേണ്ടിയാണ് ന്യൂസ് സ്റ്റോറി എഴുതുന്ന? പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ. അത് എന്തിനെക്കുറിച്ച്? റീസെൻറ്റ് ഇവൻറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച്. ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും അവർ എൻഷുർ ചെയ്യുന്നത്. സിറ്റിസൺസിനെ അവെയർ ആക്കുകയാണ് സൊസൈറ്റിയിലുള്ള ഇഷ്യൂസിനെ കുറിച്ച്. ന്യൂസ് സ്റ്റോറീസ് അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, നമ്മളെ അലേർട്ട് ആക്കുന്നു, റീഡേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുന്നു. ഫാക്ച്വൽ ആയിട്ടുള്ള ന്യൂസും ഉണ്ട്, അല്ലാതുള്ള അതായത് ഫാക്ച്വൽ ആയിട്ടുള്ളതാണ് ഇവർ കൂടുതലും ഫോളോ ചെയ്യുന്നത്, അല്ലേ? ഫാക്റ്റ് ആണ്, അതായത് ട്രൂത്ത്, സത്യമാണ്. പിന്നെ അവരുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്തിനെ ഒബ്ജക്റ്റീവായിട്ടും ടൈം ലിമിറ്റഡ് ആയിട്ട് പറഞ്ഞു തീർക്കുക. വാട്ട് ഈസ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ? ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ട്രയാങ്കിളില്ലേ അല്ലെങ്കിൽ നമ്മുടെ പിരമിഡ്, അതിനെ നമ്മൾ തലതിരിച്ചാക്കുമ്പോൾ ആ പോയിന്റഡ് സ്റ്റൈൽ താഴെ വരത്തില്ലേ? അതാണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അതായത് ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഡ് പാരഗ്രാഫിനകത്തായിരിക്കും പറഞ്ഞു പോകുന്നത്. അതായത് ഫസ്റ്റ് പാരഗ്രാഫിനകത്താണ് വെൻ, വാട്ട്, വെയർ, ഹൗ ആൻഡ് വൈ എന്നുള്ള ആൻസേഴ്സ് നമ്മൾ പറയുന്നത്. അതിനുശേഷം ലീസ്റ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ താഴോട്ടുള്ള പാരഗ്രാഫ്സിൽ പറഞ്ഞു പോകുന്നത്. അതാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യും, താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളും ലീസ്റ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം താഴോട്ട് പറയും. ഓക്കെ. ഇനി ഈ റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നടത്തുന്ന റൈറ്റിങ്ങിനെയാണ് ഈ റൈറ്റിംഗ്. എക്സാമ്പിൾ ഇമെയിൽ, ബ്ലോഗ്, സോഷ്യൽ മീഡിയ പോസ്റ്റ്, വെബ്സൈറ്റ്. അത് വളരെ ഷോർട്ടായിരിക്കും, ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എഴുതുന്നത്. ഓൺലൈൻ റീഡേഴ്സിനായിരിക്കും കൂടുതൽ ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഹൈപ്പർ ലിങ്ക്, മൾട്ടിമീഡിയ, ബാക്കിയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ക്ലാരിറ്റി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂസ് പ്രസൻറ്റ് ചെയ്യുക, അതാണ് ഈ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മാഗസിൻ, ഇൻ്റർനെറ്റ് ഫോർ വിമൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെമിന എന്നുള്ളൊരു മാഗസിൻ ഉണ്ട്. ഫെമിന അതൊരു പോപ്പുലർ ഇന്ത്യൻ മാഗസിനാണ്. അതിനകത്ത് ഫാഷൻ, ബ്യൂട്ടി, ഹെൽത്ത്, റിലേഷൻഷിപ്സ് ആൻഡ് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു മാഗസീൻ എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ആണ്. അതും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വിമൻസ് മാഗസീനാണ്. സ്ത്രീകളുടെ ഇൻട്രസ്റ്റ്, ലൈഫ് സ്റ്റൈൽ അതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളുടെ തന്നെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. ഇനി അടുത്തെന്ന് വെച്ചാൽ ESP എന്ന് വെച്ചാൽ എന്താണ്? അഡ്വർടൈസ്മെൻറ്റിലും ESP എന്ന് വെച്ചാൽ ഇമോഷണൽ സെല്ലിംഗ് പ്രിപ്പോസിഷനാണ്. അതായത് ഓഡിയൻസിൻ്റെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂസ്. ഓക്കെ, അല്ലാതെ ലോജിക്കലായിട്ടുള്ള റീസൺസ് അല്ല, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അഡ്വർടൈസ്മെൻറ്റ്സ് ESP വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ, റീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലവ്, ഫിയർ, പ്രൈഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് പോലെയുള്ള റീഡേഴ്സിൻ്റെ ഇമോഷൻസ് വെച്ചിട്ടാണ് അവർ കണക്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പോൾ ചില ന്യൂസുകളൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ന്യൂസുകളാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ടോണിലും രീതിയിലും ആയിരിക്കും കവർ ചെയ്യുന്നതും എഴുതി വെക്കുന്നതും. അപ്പം നമുക്ക് റീഡേഴ്സിനത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമം തട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ആ ടെക്നിക്കാണ്, അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ESP എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓപ്പ് എഡ് പീസസ്? അതായത് ഓപ്പോസിറ്റ് ദ എഡിറ്റോറിയൽ പേജ്. അതാണ് ഓപ്പ് എഡ് എന്ന് വെച്ചാൽ മീനിങ്. OP-ED, അതായത് ഓപ്പോസിറ്റ് ദി എഡിറ്റോറിയൽ പേജ്. അതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒപ്പീനിയൻ ആർട്ടിക്കിൾസ് ആണ്. ഗസ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ കോളംനിസ്റ്റ് എഴുതുന്നതായിരിക്കും. അത് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ സ്റ്റാഫ് എഴുതുന്നതായിരിക്കത്തില്ല. വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് അഭിപ്രായം എഴുതിയിട്ടങ്ങ് പോകും. അവർ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സും കറണ്ട് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടങ്ങ് പോകും. അത് പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഡിബേറ്റിന് വേണ്ടിയൊക്കെയാണത്. പിന്നെ അത് പേഴ്സണൽ ആയിരിക്കാം, പ്രൊവക്കേറ്റീവായിട്ടും എഴുതാൻ. ഇനി എന്താണ് പോഡ്കാസ്റ്റിംഗ്? പോഡ്കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഓഡിയോ എപ്പിസോഡിനെയാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഇൻ്റർനെറ്റ് വഴിയാണ് ഇറക്കുന്നത്. അത് നമുക്ക് സ്ട്രീം ചെയ്യാൻ, ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ന്യൂസ്, സ്റ്റോറി ടെല്ലിംഗ്, ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. അത് എപ്പിസോഡിക് ആയിട്ടുള്ള നേച്ചറിലായിരിക്കും. നമുക്കതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ സ്പോട്ടിഫൈക്കകത്തൊക്കെ ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. ഗ്ലോബൽ ഓഡിയൻസിന് നല്ല രീതിയിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ എന്താണ് പറയുന്നത്? ഫ്ലെക്സിബിൾ ആണ്.
പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ടോപ്പിക് സെൻറ്റൻസ് എന്താണ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസ് എന്താണ്. ടോപ്പിക് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫിലെ മെയിൻ ഐഡിയ, അത് ബിഗിനിങ് ഓഫ് ദ പാരഗ്രാഫിലായിരിക്കും ഉള്ളത്. പിന്നെ സപ്പോർട്ടിംഗ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന് താഴോട്ട് വരുന്നതാണ് ഡീറ്റെയിൽസ്, ഫാക്ട്, കോട്ട്, എക്സാമ്പിൾസ് ഒക്കെയാണ് സപ്പോർട്ടിംഗ് സെൻറ്റൻസ്. മറ്റേതിനുള്ള എവിഡൻസ്, ടോപ്പിക് സെൻറ്റൻസിൻ്റെ എവിഡൻസ് ആണ് സപ്പോർട്ടിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ പോയിന്റ്സ് നോട്ട് ചെയ്യണം നമ്മൾ റൈറ്റിംഗ് ഫീച്ചേഴ്സിൽ? ഓഡിയൻസിനെ മനസ്സിലാക്കുക, എൻഗേജിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് ചൂസ് ചെയ്യുക, ഒരു സ്ട്രോങ് ലീഡ് ഉണ്ടായിരിക്കണം, റീഡേഴ്സിനെ പിടിച്ചിരുത്താൻ പറ്റിയുള്ള, പിന്നെ എന്താണ് അനക്ഡോട്ട്സ്, വെറൈറ്റി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, പിന്നെ ഒരു നറേറ്റീവ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, കൊട്ടേഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ഇൻ ആൻ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇൻ്റർവ്യൂയെ, അതായത് നമ്മൾ ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അയാളെ ചലഞ്ച് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ കുറച്ച് ഒപ്പോസിംഗ് ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും അത് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുന്നത്. എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡോണ്ട് യു തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് അൺഫെയർ ഫ്രം യുവർ പാർട്ട്? അതായത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കൊള്ളായിരുന്നോ, അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു പന്ന സിനിമയല്ലേ, ഇതിനകത്ത് അഭിനയിച്ചത്, എന്നൊക്കെ ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. അതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് ജേർണലിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ കോൺട്രവേഴ്സീസ് ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെയാണ് ഇത് ചോദിക്കുന്നത്. പിന്നെ അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാതിരിക്കുക ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, അത്രയേ ഉള്ളൂ. ഇനി ഡീബ്രീഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ഇവൻറ്റിനെ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ്, അതാണ് ഡീബ്രീഫിംഗ്. ഇപ്പം മീഡിയയിൽ അതിനെ നമ്മൾ സമ്മറൈസിങ് അല്ലെങ്കിൽ അനലൈസിങ് എ സ്റ്റോറി ആഫ്റ്റർ കവറേജ് എന്ന് പറയും. അതായത് ഒരു കാര്യം നടന്നതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, അതാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. എന്താണ്, എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് പിന്നെ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഡീബ്രീഫ് എന്ന് പറയുന്നത്. ഓക്കെ. അത് ഈ ജേർണലിസ്റ്റുകൾ ഫ്യൂച്ചർ അവരുടെ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. ഫീഡ്ബാക്ക് പോലൊരു സംഭവമാണ് ഡീബ്രീഫ് എന്ന് പറയുന്നത്. ഇനി ന്യൂസ് റിപ്പോർട്ടറിൻ്റെ റോൾ എന്താണ്? അയാളാണ് ന്യൂസ് ഗ്യാദർ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും എഴുതുകയും ചെയ്യുന്നത് ന്യൂസ് സ്റ്റോറീസ്. അവർ ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നു, ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ഈ റിപ്പോർട്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർ ടൈറ്റ് ഡെഡ് ലൈൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി അഡ്വർടൈസിങ്ങിൻ്റെ ലാംഗ്വേജ് വളരെ പെർസുവേസീവ് ആയിരിക്കണം, ക്യാച്ചി ആയിരിക്കണം, ഇമോഷണലി എൻഗേജിങ് ആയിരിക്കണം. അവർക്ക് സ്ലോഗൻസ് യൂസ് ചെയ്യാം, റെപ്പറ്റീഷൻ യൂസ് ചെയ്യാം, എക്സാജറേഷനൊക്കെ യൂസ് ചെയ്യാം, ഇൻഫോർമൽ ടോണും കോൺവെർസേഷനിലൊക്കെ അവർക്ക് എഴുതാം. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വേർഡ്സ് ചൂസ് ചെയ്യാം. ക്ലാരിറ്റിയും സിംപ്ലിസിറ്റിയും ഉണ്ടായിരിക്കണം. ഇനി അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഇൻ്ററാക്ടിവിറ്റി, അതായത് ആളുകൾക്ക് കണ്ടൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുന്നു. ആക്സസിബിലിറ്റി 24/7 ഉണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് വളരെ ഫാസ്റ്റാണ്, മൾട്ടിമീഡിയ റിച്ച് ആണ്, കോൺസ്റ്റൻ്റ്ലി ഇവോൾവ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അത് യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റും ഉണ്ട്, അതിനകത്ത് റിയൽ ടൈം കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇനി വൊക്കാബുലറി യൂസ്ഡ് ഇൻ പ്രീ പ്രൊഡക്ഷൻ, 2 എക്സാമ്പിൾ, സ്റ്റോറി ബോർഡും കാസ്റ്റിങ്ങും. സ്റ്റോറി ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം തുടങ്ങുന്നതിന് മുന്നേ സീനൊക്കെ വിഷ്വലി പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെയാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആക്ടേഴ്സിനെ റോൾസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത വേറെ ടേംസ് ഏതൊക്കെയാണ് പ്രീ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ടേംസ്? സ്ക്രിപ്റ്റിംഗ്, ലൊക്കേഷൻ സ്കൗട്ടിങ്, ബഡ്ജറ്റിംഗ്, ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഫോർ ഷാഡോയിങ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സ്റ്റോറി ടെല്ലിംഗ് ഡിവൈസാണ്. ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ കുറിച്ച് ഹിൻറ്റ് നൽകുന്നതാണ് ഫോർ ഷാഡോയിങ്. അതായത് ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്തിട്ട് ഓഡിയൻസിനെ പ്രിപ്പയർ ചെയ്തിരുത്തും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് റൈറ്റേഴ്സ് ഡയലോഗിലൂടെ, സിമ്പിൾസിലൂടെ, ആക്ഷൻസിലൂടെ ഒക്കെ ചെയ്യും. മീഡിയയിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വെക്കും. ഇനി എന്താണ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്? ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഫൈനലൈസ്ഡ് വേർഷൻ ഓഫ് എ ഫിലിം സ്ക്രിപ്റ്റ് ആണ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സീൻ നമ്പേഴ്സ്, ക്യാമറ ഡിറക്ഷൻസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കാണും. ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സും ഈ ബാക്കിയുള്ള ക്രൂ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് റെഫറൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഫിലിം മേക്കിങ്ങിനെ അവർക്ക് സഹായിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ലാംഗ്വേജ് ഡിവൈസസ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ഫിലിം റിവ്യൂസ്. ഫസ്റ്റ് വൺ ഇമേജറി, രണ്ടാമത്തെ അലിട്രേഷൻ. ഇമേജറി എന്ന് പറയുമ്പോൾ നമുക്ക് വൈഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം ഓരോ സീനൊക്കെ അല്ലെങ്കിൽ പെർഫോമൻസുകൾ. അപ്പോൾ അതിന് റീഡേഴ്സിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അത് വായിക്കുമ്പോൾ. രണ്ടാമത്തെ അലിട്രേഷനാണ്, അതായത് ഒരു റിതമിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്യാച്ചി ആയിട്ടുള്ള രീതിയിൽ റിവ്യൂ പറയാവുന്നത്. അതായത് ഫാന്റാസ്റ്റിക് അല്ലെങ്കിൽ ഫാസ്റ്റ് പേസ്ഡ് ഫിലിം, ഇതൊക്കെ കണ്ടോ, അങ്ങനത്തുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഫീച്ചർ സ്റ്റോറി, ന്യൂസ് സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ്. ന്യൂസ് സ്റ്റോറി എന്ന് വെച്ചാൽ ഫാക്ച്വൽ ആണ്, അത് ടൈം സെൻസിറ്റീവ് ആണ്, അതിന് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറാണുള്ളത്. ഫീച്ചർ സ്റ്റോറി എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആണ്, നറേറ്റീവ് ആണ്. ന്യൂസ് സ്റ്റോറീസ് വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫീച്ചർ സ്റ്റോറീസ് വൈ ആൻഡ് ഹൗ എന്നുള്ളതാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫീച്ചർ സ്റ്റോറീസിനകത്ത് ഇമോഷൻസ്, ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ കാണും. ന്യൂസ് സ്റ്റോറിക്കകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്താണ് ന്യൂസ് സ്ക്രിപ്റ്റ്?
ഒരു എന്താ പറയുക, ന്യൂസ് ബുള്ളറ്റിൻ തുടങ്ങുന്നതിന് മുന്നേ അവർ എഴുതുന്നൊരു റിട്ടൺ ഫോർമാറ്റാണ് ന്യൂസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആങ്കറിൻ്റെ ലൈൻസ്, എപ്പോഴൊക്കെ ബ്രേക്ക് വരുന്നു എന്നുള്ളത്, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഭയങ്കര കൺസൈസ് ആൻഡ് ക്ലിയർ ആയിരിക്കും. പിന്നെന്താണ്, ഫുൾ സ്റ്റോപ്പ് വരുന്നത് അല്ലെങ്കിൽ നിർത്തേണ്ട അടുത്ത് പോസസ് കാണിക്കും, പ്രൊനൗൺസിയേഷൻ ഗൈഡ് ഉണ്ട്, അതിനകത്ത് ടൈമിങ്സും ഒക്കെ കാണിക്കും. ഓക്കെ, ന്യൂസ് ആങ്കേഴ്സ് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റേഡിയോയിലും ടി വിയിലും ന്യൂസ് വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി. എന്താണ് പേഴ്സണൽ ബ്ലോഗ്സ്? ഓൺലൈൻ ജേർണൽസ് ആണ്. ഇൻഡിവിജ്വൽസ് അവരുടെ തോട്ട്സും എക്സ്പീരിയൻസും ഒപ്പീനിയൻസും പറയുന്നു. ട്രാവൽ, ഫുഡ്, ലൈഫ് സ്റ്റൈൽ, ഡെയിലി ഇവൻറ്റ്സിനെ കുറിച്ച് പറയാം. കാഷ്വലായിട്ടും പേഴ്സണൽ ടോണിൽ പറയാം. പിന്നെന്താണ്, സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയൊരു പ്ലാറ്റ്ഫോമാണിത്. ഓൺലൈൻ പ്രസൻസിനെ ബിൽഡ് ചെയ്യുന്നു. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എന്ന് വെച്ചാൽ ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് അറേഞ്ചിങ് ടൈപ്പ്. അതായത് നമ്മളിപ്പം ടൈപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു മലയാളം കോഡ്സ്, ഇംഗ്ലീഷ് കോഡ്സ് ഒക്കെ വരുന്ന ഒരുപാട് പേജസ് ഒക്കെ ഉണ്ടല്ലോ. ഒറ്റ ലൈനൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ കവിതകളൊക്കെ എഴുതുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോണ്ട് ചൂസ് ചെയ്യാം. ഫോണ്ട് സൈസ് കൂട്ടാൻ കുറയ്ക്കാം. സ്പേസിങ്, അലൈൻമെൻ്റ് ഒക്കെ നമ്മുടെ അനുസരിച്ചാണ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ടൈപ്പോഗ്രഫീസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ സാധിക്കും. നല്ല ടൈപ്പോഗ്രഫി ആണെങ്കിൽ ചില കാണത്തില്ല, നല്ല പടമൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ എഴുതുന്ന കാണും ചിലപ്പം. പിന്നെ അതുപോലെ തന്നെ നല്ല കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എഴുതുന്നതും അതും തമ്മിൽ നല്ലൊരു റിലേഷൻ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ വാൾപേപ്പർ ആക്കാനും അല്ലെങ്കിൽ സ്റ്റേറ്റസ് ആക്കാനും ഒക്കെ നമ്മളും ചെയ്യാറുണ്ട് അല്ലേ. അതാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഫോർമാറ്റിലും ഉണ്ട്, അത് പ്രിൻറ്റിലും ഉണ്ട്. ഇനി എന്താണ് കൊഹിഷൻ? കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസസും ഐഡിയാസും തമ്മിലുള്ള ലോജിക്കൽ ഫ്ലോ അല്ലെങ്കിൽ കണക്ഷൻ. അതായത് റൈറ്റേഴ്സ് ചില വാക്കുകൾ, പ്രോനൗൺസ്, റിപ്പീറ്റഡ് ടേംസ് ഒക്കെ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അവരെഴുതുന്ന കാര്യങ്ങൾ തമ്മിലൊരു ലിങ്ക് ഉണ്ടാവാൻ വേണ്ടി. അത് സ്മൂത്തായിട്ടും വായിക്കാൻ സാധിക്കും ആളുകൾക്ക്. അത് ജേർണലിസത്തിലാണ് കൊഹിഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ബിഫോർ ഡിസൈഡിങ് എ സ്റ്റോറി ആസ് എ വാല്യുബിൾ പീസ് ഓഫ് ന്യൂസ്? ഫസ്റ്റ് വൺ, ടൈം ലൈൻ നോക്കുക. അത് കറണ്ട് ആയിട്ടുള്ള, അതായത് അതിന് റെലവൻസ് ഉണ്ടോ, പ്രസക്തി ഉണ്ടോ, അത് കറണ്ട് ന്യൂസ് ആണോ? അടുത്ത ഇമ്പാക്റ്റ്, അത് ആളുകളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? മൂന്നാമത്തെ പ്രോക്സിമിറ്റി, അതായത് നാച്ചുറലി അല്ല ലോക്കലി ആണോ നാഷണലി ആണോ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്? ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഇമോഷണലി അപ്പീലിംഗ് ആണോ? പിന്നെ പ്രോമിനൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, അതായത് നോൺ പീപ്പിൾ ഉണ്ടോ, കോൺട്രവേഴ്ഷ്യൽ ആവുമോ, അതൊക്കെയാണ് നോക്കേണ്ടത്. ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ ഒരു ന്യൂസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റോറി ആക്കുന്നതിന് മുന്നേ ഡിസൈഡ് ചെയ്യേണ്ട ഈ 5 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്, ക്രിയേറ്റ് സ്ലോഗൻസ് ഫോർ ആഡ്സ് ദാറ്റ് സെൽ ഫെയർനെസ് ക്രീം. അതായത് തന്നെത്താൻ എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. ഫെയർനെസ് ക്രീമിന് വേണ്ടിയുള്ളൊരു ഒരു സ്ലോഗൻ, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയൊരു സ്ലോഗൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സെൻറ്റൻസേ പാടുള്ളൂ, 2, 3, 4, 5 വേർഡ്സ്. അപ്പോൾ ഫെയർനെസ് ക്രീമിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഗ്ലോ നാച്ചുറലി, ഷൈൻ ബോൾഡ്ലി. അംബ്രല്ലയ്ക്ക് ഉണ്ടെങ്കിൽ എന്തെടുക്കാം? റെയിൻ ഓർ ഷൈൻ, യു ആർ കവേർഡ്. BMW ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ദ ഫ്യൂച്ചർ ടുഡേ. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് മീഡിയ പേപ്പർ ആയതുകൊണ്ട്, മീഡിയ സ്റ്റഡീസ് പോലുള്ള പേപ്പർ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ തന്നെത്താനെ എന്ത് ചെയ്യാം, സ്ലോഗൻസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയുള്ള 1 ലൈൻ സ്ലോഗൻസ് എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ സ്ലോഗൻസ് വളരെ ഷോർട്ടായിരിക്കണം, വളരെ ക്യാച്ചി ആയിരിക്കണം, എന്നാൽ ഇമോഷണലി അപ്പീലിംഗും ആയിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഒറ്റ സെൻറ്റൻസ് അല്ലെങ്കിൽ 3, 4, 5 വേർഡ്സ്, എക്സ്ക്ലമേഷൻ മാർക്കും കോമയും പിന്നെന്താണ് മറ്റേ ഇൻവേർട്ടഡ് കോമാസും ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് ഫിലിം റിവ്യൂസ്. ആദ്യമേ ഫിലിം കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, സമ്മറി റൈറ്റ് ചെയ്യുക, സ്പോയിലേഴ്സ് പറയരുത്, പെർഫോമൻസ് നോക്കുക, ഡിറക്ഷൻ നോക്കുക, സിനിമാറ്റോഗ്രഫി, മ്യൂസിക് നോക്കുക, ലാംഗ്വേജ് നോക്കുക. പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം പറയാൻ. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു റേറ്റിംഗ്, സ്റ്റാർ റേറ്റിംഗ് വെച്ചിട്ട് വേണം ലാസ്റ്റ് നിങ്ങൾ കൺക്ലൂഷൻ ചെയ്യാൻ. ഇനി എഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്? ക്ലാരിറ്റി, ആക്യുറസി, സ്റ്റൈല് റിഫൈൻ ചെയ്തെടുക്കുക കണ്ടൻറ്റിൻ്റെ. പിന്നെ സ്റ്റൈൽ ആൻഡ് ഗ്രാമർ റൂൾസ് നോക്കുക, ഫാക്റ്റ് ചെക്ക് ചെയ്യുക, റീറൈറ്റ് ചെയ്യുക. പിന്നെന്താണ്, ഇതൊക്കെയാണ് എഡിറ്ററിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇനി റേഡിയോ ന്യൂസിൻ്റെ ഫോം എന്താണ്? ടിപ്പിക്കലി ഷോർട്ട്, ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആണ്. ഹെഡ്ലൈൻസ് ഉണ്ട്, ബുള്ളറ്റിൻസ് ഉണ്ട്. പിന്നെന്താണ്, ഇതാണ് റേഡിയോ ന്യൂസിൻ്റെ ഫോം എന്ന് പറയുന്നത്. പിന്നെ സ്ക്രിപ്റ്റും ഉണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ റൈറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ആൻഡ് എൻഗേജിങ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആയിരിക്കണം. #, ഇമോജീസ്, വിഷ്വൽസ് യൂസ് ചെയ്യാം. കാഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിയൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ടോൺ യൂസ് ചെയ്യുക. പിന്നെന്താണ്, ടൈമിംഗ് ഉണ്ടായിരിക്കണം, ട്രെൻഡി ആയിരിക്കണം. ഓക്കെ, പിന്നെ റൈറ്റിംഗ് ന്യൂസ് ഫോർ ദ വെബ്, അതിന് വേണ്ടിയുള്ള റൂൾസ് എന്താണ്? ഷോർട്ട് പാരഗ്രാഫ്സ്, സബ് ഹെഡിങ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് ആളുകൾക്ക് വായിക്കാം.
പിന്നെന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനോട് തുടങ്ങുക, കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇമേജസ് ഉണ്ടായിരിക്കുക, മൾട്ടിമീഡിയ ഉണ്ടായിരിക്കുക, ടോൺ ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണം, അയാൾക്ക് വേണ്ടിയുള്ളൊരു 10 ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ളൊരു 10 ക്വസ്റ്റ്യൻ തയ്യാറാക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? വാട്ട് ഇൻസ്പയർഡ് യു ഒരു ക്രിക്കറ്റർ ആവാൻ? എങ്ങനെയാണ് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? മോസ്റ്റ് മെമ്മറബിൾ ഇവൻറ്റ് എന്തായിരുന്നു മാച്ചിൽ? ടഫസ്റ്റ് മൊമെൻ്റ് ഏതായിരുന്നു ക്രിക്കറ്റിൽ? ക്രിക്കറ്റ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെ ചേഞ്ച് ചെയ്തു ക്രിക്കറ്റ്? മെൻറ്റേഴ്സ് ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അഡ്വൈസ് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ആളുകളെക്കുറിച്ച് ആളുകൾക്ക് കൊടുക്കാനായിട്ട്? പാഷൻ എന്താണ് ക്രിക്കറ്റ് അല്ലാതെ? എങ്ങനെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ബാലൻസ് ചെയ്യുന്നു? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇനി പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻഗേജിങ് പോർട്രയൽ ഓഫ് എ പേഴ്സൺ, അതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണാലിറ്റി, അച്ചീവ്മെൻറ്റ്, കോഡ്സ്. അപ്പോൾ റൈറ്റേഴ്സ് എന്ത് ചെയ്യും? ഒരുമാതിരി ഒരു കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ തന്നെയാണ്, പക്ഷേ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണിക്കത്തില്ല. അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ നമ്മളങ്ങ് പ്രൊവൈഡ് ചെയ്യും. ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അതാണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റോറി പോലെ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ചുമ്മാ ഫാക്റ്റ് മാത്രം ആകുമ്പം ആളുകൾക്ക് ബോറടിക്കും. പിച്ചും ലോഗ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ സമ്മറി, വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറി. ലോഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫിലിമിൻ്റെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിലിം പ്ലോട്ടിൻ്റെ ഒറ്റ ലൈൻ സമ്മറിയാണ് ലോഗ് ലൈൻ എന്ന് പറയുന്നത്. 1 സെൻറ്റൻസ് സമ്മറി ഓഫ് എ ഫിലിംസ് പ്ലോട്ട്, അതാണ് ലോഗ് ലൈൻ. പിച്ചെന്ന് വെച്ചാൽ ഷോർട്ട് സമ്മറി വരും. ലോഗ് ലൈൻ എന്ന് വെച്ചാൽ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു നിർത്തുന്നത്. പിച്ച് കൂടുതലും അപ്പീലിംഗ് ആണ്, ഇമോഷണലി ഹൂക്കിംഗ് ആണ്. ലോഗ് ലൈൻ എന്താണ്? പ്ലോട്ട് എന്താണ്, കോൺഫ്ലിക്റ്റ് എന്താണ്, ക്യാരക്ടേഴ്സിനെ കുറിച്ച് എന്താണെന്ന് പറയുന്നത്. പിക്ചേഴ്സ് എന്ന് പറഞ്ഞ വെർബലാണ്, ലോഗ് ലൈൻ എന്ന് വെച്ചാൽ റിട്ടൺ ആണ്. ഇനി ഫിലിം സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീൻ ഹെഡിങ്സ്, ആക്ഷൻ, ക്യാരക്ടർ നെയിംസ്, ഡയലോഗ് ഉണ്ടായിരിക്കണം. വൈഡ് മാർജിൻസ്, കറക്റ്റ് ഫോൺ സൈസ്. പിന്നെ ഓരോ സീനും ബിഗിൻ ചെയ്യുന്നത് ലൊക്കേഷൻ, ടൈം, ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ, ഡയലോഗ്സ് എല്ലാം സെൻറ്റേർഡ് ആയിരിക്കണം. ക്യാരക്ടറിൻ്റെ പേരുകളെല്ലാം അപ്പർ കേസിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഓരോ ട്രാൻസിഷൻസും നമ്മൾ അതിനകത്ത് കാണിക്കണം, അതായത് ഫെയ്ഡ് ഇൻ ആണോ ഫെയ്ഡ് ഔട്ട് ആണോ അതൊക്കെ. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ ഫേസ് ഇൻ ഫിലിം മേക്കിങ്ങിനെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എഡിറ്റിങ്, സൗണ്ട് ഡിസൈന്, വിഷ്വൽ എഫക്റ്റ്, കളർ കറക്ഷൻ ഇതെല്ലാം വരും. മ്യൂസിക്, ഡബ്ബിങ്ങും ടൈറ്റിൽസും എല്ലാം ഇതിനകത്താണുള്ളത്. ഫൈനൽ ലുക്ക് ഓഫ് എ ഫിലിം, അതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇനി റേഡിയോ പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്താണ്? സിമ്പിൾ കോൺവെർസേഷണൽ ലാംഗ്വേജ്. ഇത് റേഡിയോ എന്ന് പറയുമ്പോൾ കേൾക്കാനാണ്, നോട്ട് റീഡിംഗ് അല്ല. അപ്പം സൗണ്ട് എഫക്ട്സും പോസസും ഒക്കെ എഫക്റ്റീവായിട്ട് കൊടുക്കണം. ക്ലിയർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. സ്ക്രിപ്റ്റ് എന്താണ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ അടുത്തതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ ഓൺ ടെലിവിഷൻ ചോദിക്കാം. ടെലിവിഷൻ എന്ന് പറഞ്ഞ പവർഫുൾ മീഡിയ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. എൻ്റർടൈൻ ചെയ്യുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഇൻഫോം ചെയ്യുന്നു. ഓഡിയോ വിഷ്വൽ എലിമെൻസിൻ്റെ ഒരു മിക്സാണ്. ന്യൂസ്, ഡോക്യുമെൻ്ററീസ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, എൻ്റർടൈൻമെൻറ്റ് ഷൂസ് ഉണ്ട്. പിന്നെന്താണ്? പബ്ലിക്കിൻ്റെ ഒപ്പീനിയനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഓൺ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്സും ചോദിക്കാം. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ബൈ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്ന് എഴുതുക. അതായത് ആ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെ ഹെഡിങ്ങും ബൈ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നുള്ളതും സെൻറ്റർ ഓഫ് ദ പേജിൽ തന്നെ നിൽക്കുക. ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റും പിന്നെന്താണ് പ്ലേസും മെൻഷൻ ചെയ്തിട്ട് തുടങ്ങുക. അതിനുശേഷം മാർക്കിനനുസരിച്ച് വേണം എഴുതാൻ. 15 മാർക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പേജൊക്കെ എഴുതണം എന്നുള്ളത്. ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം? ലാംഗ്വേജ് ഷോർട്ട്, ക്ലിയർ ആൻഡ് കോൺവെർസേഷണൽ ആയിരിക്കണം. ഹാഷ്ടാഗ്സും കീവേഡ്സ് യൂസ് ചെയ്യുക. ഇമേജസ്, വീഡിയോസ്, ഇമോജീസ് യൂസ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിലിം സീനിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതാനും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളുക. ഇനി അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുക, സർവീസസ് പ്രൊമോട്ട് ചെയ്യുക, ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുക, ആളുകളെ ഇൻഫോം ചെയ്യുക, ആളുകളെ പേഴ്സ്വേഡ് ചെയ്യുക, അതായത് വാങ്ങാൻ പ്രേരിപ്പിക്കുക, ടാർഗറ്റ് ഓഡിയൻസ് റിമൈൻഡ് ചെയ്യുക. അഡ്വർടൈസിങ് ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റിയെ കൂട്ടുന്നു. പിന്നെ ആളുകൾക്ക് വാങ്ങിപ്പിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഡിസയർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ. പിന്നെ ബിസിനസ്സിനെ കോമ്പീറ്റ് ചെയ്യാനും ഗ്രോ ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ AG കൃഷ്ണമൂർത്തി ഐഡൻറ്റിഫൈ ചെയ്യുന്ന പില്ലേഴ്സ് ഏതൊക്കെയാണ് ഫോർ ബ്രാൻഡ്? 4 പില്ലേഴ്സാണുള്ളത്. വിഷൻ, പൊസിഷനിങ്, പേഴ്സണാലിറ്റി, കൺസിസ്റ്റൻസി. വിഷൻ ഉണ്ടായിരിക്കണം, അതായത് ആ ബ്രാൻഡിൻ്റെ ലോങ് ടേം ഗോള്. പൊസിഷനിങ് എന്ന് വെച്ചാൽ എന്താണ് ഈ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറും ടോണും എന്താണ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ട്രസ്റ്റും റെക്കഗ്നീഷനും.
ഇൻട്രാക്ടിവിറ്റി, മീഡിയ ആൻഡ് മൊബിലിറ്റി ആർ ദ ബൈ വേർഡ്സ് ഓഫ് ദി ഡിജിറ്റൽ ഏജ്. അത് നോക്കി വെച്ചേക്കുക കേട്ടോ. അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പിന്നെ വാട്ട് ആർ നട്ട് ഗ്രാഫ്സ്? നട്ട് ഗ്രാഫ് എന്ന് വെച്ചാൽ പാരഗ്രാഫ് ദാറ്റ് സമ്മറൈസസ് ദി കോർ ഓഫ് ദ സ്റ്റോറി. അതാണ് നട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. NUT. സ്റ്റോറിയുടെ മാറ്റർ എന്താണെന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നു. ഓക്കെ, അത് ഫീച്ചർ റൈറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ how does a scriptwriter indicate that a piece of news for the radio does not fit on a single A4 size paper? സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ പേജിനകത്ത് മോർ എന്നുള്ളൊരു ബോട്ടമിൽ കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂഡ് എന്ന് കാണിക്കും അടുത്ത പേജിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കൺഫ്യൂഷൻ ഇല്ലാതെ ആളുകൾക്ക് ന്യൂസ് റീഡറിന് സ്ക്രിപ്റ്റ് വായിക്കാം. അതായത് റേഡിയോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം റേഡിയോയിലോ TV യിലോ എന്താണെന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ പേജിൽ ന്യൂസ് ഉണ്ടെന്ന് എങ്ങനെയാണ് ഇവർ അറിയുന്നത്? അപ്പോൾ അതായത് തൊട്ട് താഴെ ഒന്നെങ്കിൽ കണ്ടിന്യൂഡ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ മോർ എന്ന് കാണിക്കും. അപ്പോൾ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇവർക്ക് പെട്ടെന്ന് വായിച്ച് പോവാം. ഓക്കെ, പിന്നെ ഗിവ് ദി ടെക്നിക്കൽ ടേം ദാറ്റ് റിഫേഴ്സ് ടു ദി ഒപ്പീനിയൻസ് ഫ്രം ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്. അതായത് ഇപ്പോൾ ചിലർ മൈക്കും എടുത്തുകൊണ്ട് ഈ റോഡിലൊക്കെ നടന്നു പോകുന്ന ആളുകളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കത്തില്ലേ, അതിന് പറയുന്ന ടെക്നിക്കൽ ടേം എന്തുവാ? വോക്സ് പോപ്പ് എന്നാണ്. വോയിസ് ഓഫ് ദ പീപ്പിൾ, VOXPOP, വോയിസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് അതിനെ പറയുന്നത്. അതൊന്നുമില്ല, ഒരു ബ്രീഫ് കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ ആണ്. ആളുകളുടെ ജനറൽ ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായം എന്താണ്, റിയാക്ഷൻ എന്താണെന്ന് എടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? വോക്സ് പോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോഗ് ലൈൻ എന്നുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോഗ് ലൈൻ എന്താണെന്ന്, പോഡ്കാസ്റ്റിംഗ് എന്താണ്, ബ്ലോഗ് എന്ന് വെച്ചാൽ എന്താണ്? റെഗുലർലി അപ്ഡേറ്റഡ് വെബ്സൈറ്റ് ആണ്. അത് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സോ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെന്താണ്? പേഴ്സണൽ ആവാം, പ്രൊഫഷണൽ ആവാം, തിമാറ്റിക് ആവാം ബ്ലോഗ്സ്. അവരുടെ ഒപ്പീനിയൻസ്, മൾട്ടിമീഡിയ ലിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾ ഫോർ പോപ്പുലർ ബ്ലോഗ് പ്ലാറ്റ്ഫോംസിന് എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക: വേർഡ് പ്രസ്, ബ്ലോഗർ, മീഡിയം. ഇനി ജേർണലീസ് എന്ന് വെച്ചാൽ എന്താണ്? ജേർണലീസ് എന്ന് വെച്ചാൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. അതായത് ഭയങ്കര ഫാസ്റ്റായിട്ട്, ഡ്രമാറ്റിക് ആയിട്ട്, ഓഫൺ ക്ലീഷേഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അതാണ് ഈ ജേർണലീസ് എന്നുള്ളത് പറയുന്നത്. അറ്റൻഷൻ ക്വിക്കായിട്ട് ഗ്യാദർ ചെയ്യാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ കൈൻഡ് ഓഫ് റൈറ്റിങ്ങിൻ്റെ ന്യൂസ് പേപ്പർ, അതാണ് ജേർണലീസ്, ആ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റിംഗ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് ചലഞ്ചിങ് ആക്കി മാറ്റുന്നത്? ആഡ് റൈറ്റിംഗ് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, പക്ഷേ ആളുകളെ പേഴ്സ്യൂഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആളുകളുടെ അറ്റൻഷൻ വിത്തിൻ സെക്കൻഡ്സ് ഗ്രാബ് ചെയ്യാൻ പറ്റണം. ലാംഗ്വേജ് ഇമോഷണലി ആൻഡ് ലോജിക്കലി അപ്പീലിംഗ് ആയിരിക്കണം. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇനി എന്താണ് പഫറി? പഫറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന എക്സാജറേറ്റഡ് അല്ലെങ്കിൽ പ്രൊമോഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് റേമണ്ട്, ദ കംപ്ലീറ്റ് മാൻ. ദ കംപ്ലീറ്റ് മാൻ എന്നുള്ളതിനെയാണ് നമ്മൾ പഫറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് മാർക്കറ്റിങ്ങിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ബ്രാൻഡിൻ്റെ അപ്പീലിങ്ങിന് വേണ്ടിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈക്രോ കണ്ടന്റ് ഓഫ് ആൻ ഓൺലൈൻ ആർട്ടിക്കിൾ. മൈക്രോ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ യൂണിറ്റ്സ് ഓഫ് കണ്ടന്റ് ദാറ്റ് ഹെൽപ്സ് നാവിഗേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എക്സാമ്പിൾ ഹെഡ്ലൈൻസ്, സബ് ഹെഡിങ്സ്, ക്യാപ്ഷൻസ്. പിന്നെ ഹൗ ഡു വെബ് യൂസേഴ്സ് റീഡ്? അതായത് വെബ് യൂസേഴ്സ് എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്നല്ലേ നമ്മൾ വായിച്ചു പോകുന്നത്. ഇൻ്റർനെറ്റിൽ ഓരോ കാര്യങ്ങൾ സ്കാൻ ചെയ്ത്, അതായത് പെട്ടെന്ന്, അതായത് വേർഡ് ബൈ വേർഡ് നമ്മൾ വായിക്കത്തില്ല, പെട്ടെന്നായിരിക്കും വായിച്ചു പോകുന്നത്. ഹെഡിങ്സ്, കീവേഡ്സ്, ബുള്ളറ്റ് പോയിന്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ ഓൺലൈനിലാവുമ്പോൾ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ വായിച്ചു പോകാൻ വേണ്ടിയുള്ള ന്യൂസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ജേർണലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ജേർണൽസ് എന്ന് വെച്ചാൽ എന്താണ്? പീരിയോഡിക്കൽസിൻ്റെ ഡിജിറ്റൽ വേർഷൻ. അത് ഓൺലൈനായിട്ടുണ്ട്, സെർച്ച് ചെയ്യാൻ പറ്റും, റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഹൈപ്പർ ലിങ്ക്, മൾട്ടിമീഡിയ റെഫറൻസസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടീസർ ലീഡ് എന്ന് വെച്ചാൽ എന്താണ്? ടീസർ ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾ സ്റ്റോറി എന്താണെന്ന് പറയാതെ ക്യൂരിയസ് ആയിട്ട് നമ്മളെ വായിപ്പിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്ക്, അതാണ് ടീസർ ലീഡ്. ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ എറൗസ് ആക്കാൻ വേണ്ടി ഹോൾ സ്റ്റോറി പക്ഷെ അവർ പറയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങളുടെ ആ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന ഇതുണ്ടല്ലോ, നടിക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ ആ തമ്പനയിലെന്ന് വെച്ചാൽ ടീസർ ലീഡാണ്. അപ്പോൾ അതിനകത്ത് തൊടുമ്പോൾ നമ്മൾ ഞെട്ടാനുള്ള കാര്യമൊന്നും കാണത്തില്ല, ചുമ്മാ നമ്മളെ കൊണ്ട് വായിപ്പിക്കാനുള്ളത്, ക്യൂരിയോസിറ്റി ജനിപ്പിക്കാനുള്ളത്. പക്ഷേ ഹോൾ സ്റ്റോറി എന്താണെന്ന് പറയത്തുമില്ല. റീഡേഴ്സിനെ എൻകറേജ് ചെയ്യാനും വായിപ്പിക്കാനും വേണ്ടിയുള്ളതാണ്. അത് മിസ്റ്ററി, ഹ്യൂമർ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ റേഡിയോ ജോക്കിങ്ങിനുള്ള കീ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലിയർ ആൻഡ് എക്സ്പ്രസീവ് വോയിസ് ആയിരിക്കണം, സ്ട്രോങ് കമാൻഡ് ഓവർ ലാംഗ്വേജും ടൈമിങ്ങും ഉണ്ടായിരിക്കണം, ലിസണേഴ്സിനെ എൻഗേജ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം, മ്യൂസിക്കിനെ കുറിച്ചും കറണ്ട് ഇവൻറ്റ്സിനെ കുറിച്ചും നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, സ്പോണ്ടേനിറ്റി ഉണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം.
പിന്നെ സ്റ്റേജസ് ഇൻ ഫിലിം മേക്കിംഗ്, അത് എസ്സേ ആയിട്ടോ അല്ലാതെയും ചോദിക്കാം. ഡെവലപ്മെൻറ്റ്, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ഡോക്യു ഡ്രാമ എന്ന് വെച്ചാൽ ഫിലിം ഓർ ടെലിവിഷൻ ജോണറിൽ വരുന്നതാണ്. റിയൽ ഇവൻറ്റ്സിനെ ഡ്രമാറ്റൈസ് ചെയ്ത് കാണിക്കും. അതായത് ഡോക്യുമെൻ്ററി ടെക്നിക്സ് ആയിരിക്കും, പക്ഷേ സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ആക്ടേഴ്സ് റിയൽ പീപ്പിളിനെ ആയിരിക്കും പോർട്രേ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെയൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കും. അത് എഡ്യൂക്കേഷണലുമാണ്, എൻ്റർടൈനിങ്ങുമാണ്. ഓക്കെ. പിന്നെ പ്രൗസ്റ്റ് ക്വസ്റ്റനെയറിൻ്റെ മീനിങ് എന്താണ്? പ്രൗസ്റ്റ് ക്വസ്റ്റനെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒരാളുടെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്നത്. അത് ഈ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മാർസൽ പ്രൗസ്റ്റ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ പ്രൗസ്റ്റ് ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. പ്രിന്റ് അഡ്വർടൈസ്മെന്റ് ലേഔട്ട് എന്താ? ഹെഡ്ലൈൻ ഉണ്ട്, ഇമേജ് അല്ലെങ്കിൽ വിഷ്വൽ, ബോഡി കോപ്പി, ടാഗ് ലൈൻ അല്ലെങ്കിൽ സ്ലോഗൻ, പിന്നെ ലോഗോയും കോൺടാക്ട് ഡീറ്റെയിൽസും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് മീനിങ് ഫുൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ റവല്യൂഷനിൽ? ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, റെസ്പോൺസിബിൾ കണ്ടന്റ് ഷെയർ ചെയ്യുക, ഡിസ്കഷൻസിലൊക്കെ എൻഗേജ് ചെയ്യുക, നല്ല ഡിസ്കഷൻസിലൊക്കെ, സോഷ്യൽ കോസസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, അവെയർനെസ് റേസ് ചെയ്യുക, ഒറിജിനൽ ആൻഡ് ക്രിയേറ്റീവ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച് അവോയ്ഡ് ചെയ്യുക. ഇനി എഡിറ്ററിൻ്റെ ജോലി എന്താണ് ഡിജിറ്റൽ മീഡിയയിൽ? വെരിഫൈ ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, റൈറ്റേഴ്സിനെയും ഡിസൈനേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുക? ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കുക, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ ഒരു ഗുഡ് ഓൺലൈൻ പ്രൊഫൈൽ എങ്ങനെ ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഒരാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ പ്രൊഫൈൽ പിക്ചറും റിയൽ നെയിമും ആയിരിക്കണം. ബയോ ഉണ്ടല്ലോ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബയോ എഴുതത്തില്ലേ, ബയോ ഒക്കെ വളരെ കമ്പലിംഗ് ആയിരിക്കണം. കീവേഡ്സ് യൂസ് ചെയ്യാവും, സ്കിൽസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇൻട്രസ്റ്റ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതായത് ഓരോ കാര്യങ്ങളും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുക. ഇനി എന്താണ് ബയാസസ് ഇൻ ജേർണലിസം? പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട്, അതായത് നമ്മുടെ ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ. ടൈപ്സ് ഓഫ് ബയാസ് ഇൻ ജേർണലിസം, പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട്, കൺഫർമേഷൻ ബയാസ് ഉണ്ട്, സെൻസേഷണലിസം ഉണ്ട്, അഡ്വർടൈസിങ് ബയാസ് ഉണ്ട്, കൾച്ചറൽ അല്ലെങ്കിൽ ജെൻഡർ ബയാസ് ഉണ്ട്. പൊളിറ്റിക്കൽ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മാത്രം ഫേവർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂസ് ഇറക്കുന്നു, അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത്. കൺഫർമേഷൻ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൺഫർമേഷൻ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂസ് വെച്ചിട്ട് മാത്രം അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് മാത്രം സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. സെൻസേഷണലിസം എന്ന് വെച്ചാൽ എക്സാജറേറ്റ് ചെയ്ത് ചുമ്മാ ഈ ഇമോഷണലായിട്ട് ഇമ്പാക്റ്റ് വരുത്താൻ വേണ്ടി ഓവർ ഹൈപ്പ് കൊടുത്ത് പറയുക. അഡ്വർടൈസിങ് ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർമാരും അഡ്വർടൈസേഴ്സും മാത്രം, അതായത് കൂടുതൽ പരസ്യങ്ങൾ മാത്രമുള്ള ചാനൽ, അതാണ് അഡ്വർടൈസിങ് ബയാസ്. കൾച്ചറൽ അല്ലെങ്കിൽ ജെൻഡർ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജെൻഡറിനെ മാത്രം ഫേവർ ചെയ്യുക, ചില കൾച്ചറൽ ഗ്രൂപ്പ്സിനെ മാത്രം ഫേവർ ചെയ്ത് ന്യൂസ് പുറത്തിറക്കുക. പിന്നെ റേഡിയോ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ഷോയുടെ അല്ലെങ്കിൽ റേഡിയോ സെഗ്മെൻറ്റിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുക, കോണ്ടൻറ്റ്, വോയിസ് ക്വാളിറ്റി, മ്യൂസിക് ആൻഡ് ടൈമിങ് ചെക്ക് ചെയ്യുക. റിവ്യൂസ് നമുക്ക് റിട്ടൺ അല്ലെങ്കിൽ സ്പോക്കൺ ആവാം. പിന്നെ ഫോംസ് ഓഫ് ഇൻ്റർവ്യൂസ് എംപ്ലോയിഡ് ഇൻ റേഡിയോ. ലൈവ് ഇൻ്റർവ്യൂ ഉണ്ട്, അത് റിയൽ ടൈമിലായിരിക്കും. പ്രീ റെക്കോർഡഡ് ഇൻ്റർവ്യൂസ് ഉണ്ട്, അത് ചെയ്യുന്നതിന് മുന്നേ എഡിറ്റ് ചെയ്യും. പാനൽ ഇൻ്റർവ്യൂസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഗസ്റ്റുകൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫോൺ ഇൻ ഇൻ്റർവ്യൂസ് ഉണ്ട്, ലിസണേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ച് അതായത് വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുണ്ട്. ഫീൽഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അതായത് ഓൺ ലൊക്കേഷനിൽ പോയി സ്പോണ്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മുടെ വോക്സ് പോപ്പ് പോലെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബ്ലോഗ്സ്. പേഴ്സണൽ ബ്ലോഗ് ഉണ്ട്, ബിസിനസ് ബ്ലോഗ് ഉണ്ട്, നീഷെ ബ്ലോഗ് ഉണ്ട്. നീഷെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഈ ട്രാവൽ, ഫുഡ് ആൻഡ് ടെക്ക്. ന്യൂസ് ബ്ലോഗ് ഉണ്ട്, പ്രൊഫഷണൽ ബ്ലോഗ്സ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ് ഡിവൈസസ് ആൻഡ് ടെക്നിക്സ് ഇൻ അഡ്വർടൈസിങ്. അലിട്രേഷൻ യൂസ് ചെയ്യാം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കൊക്കക്കോള, അതിനകത്ത് ക് എന്നുള്ള സൗണ്ട് വരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അലിട്രേഷൻ എന്ന് വെച്ചാൽ അതാണ് ആ ക് എന്നുള്ള സൗണ്ട്, കൊക്കക്കോള. പിന്നെ ഹൈപ്പർബലെ, അതായത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഓവർ ഹൈപ്പ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. റെപ്പറ്റീഷൻ, അതായത് ബ്രാൻഡിൻ്റെ നെയിം അല്ലെങ്കിൽ സ്ലോഗൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ റൈം, അതായത് ക്യാച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ലൈൻസ്. പിന്നെ ഇമോട്ടീവ് ലാംഗ്വേജ്, അതായത് ഫീലിങ്സിനെ, ഡിസയേഴ്സിനെയൊക്കെ അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യും. പിന്നെ വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ഡോക്യുമെൻ്ററി ഈസ് എസെൻഷ്യലി ആൻ എഡിറ്റേഴ്സ് ക്രിയേഷൻ. എഡിറ്റേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൂട്ടേജൊക്കെ സെലക്ട് ചെയ്ത് സ്റ്റോറിയൊക്കെ കറക്റ്റാക്കി ഇവൻസിനെയൊക്കെ ലോജിക്കൽ സീക്വൻസിലാക്കുന്നത്. അവരാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, മ്യൂസിക്കിന് ഇത് കൊടുക്കുന്നത്, ട്രാൻസിഷനൊക്കെ എഡിറ്റേഴ്സാണ് ആഡ് ചെയ്യുന്നത്. ഈ റോ മെറ്റീരിയലിനെ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തും വൃത്തിയാക്കുന്നത് എഡിറ്റേഴ്സാണ്. അപ്പോൾ ടോണും മെസ്സേജും എല്ലാം ഇവർ തന്നെയാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് എഡിറ്റേഴ്സിന് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിക്കകത്ത് നല്ല റോളുണ്ടെന്ന് പറയുന്നത്.
പിന്നെ പ്രിൻറ്റ്, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി മീഡിയയിലുള്ള ഇൻ്റർവ്യൂസിനെ കമ്പയർ ചെയ്യുക. പ്രിൻറ്റ് ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ എഡിറ്റഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്, കോഡ്സ് ഒക്കെ കാണും. വിഷ്വൽ ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, വിഷ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓഡിറ്ററി മീഡിയ എന്ന് വെച്ചാൽ റേഡിയോ, അതിനകത്ത് ടോണും ക്ലാരിറ്റിയും സൗണ്ട് എഫക്റ്റുമാണ് നോക്കുന്നത്. പ്രിൻറ്റിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിന് ഡെപ്ത് കാണും, റേഡിയോയ്ക്കകത്ത് ഇമാജിനേഷനും ഇൻറ്റിമസിയും ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം മീഡിയ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? മെയിൻ സ്ട്രീം മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാർജ് എസ്റ്റാബ്ലിഷ്ഡ് മീഡിയ ഔട്ട്ലെറ്റിനെയാണ് നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ. എക്സാമ്പിൾ ഒന്നുമില്ല, ന്യൂസ് പേപ്പർ, TV, നെറ്റ്വർക്ക്, ഓൺലൈൻ പോർട്ടൽസ്, ഇതാണ് മെയിൻ സ്ട്രീം മീഡിയ. എക്സാമ്പിൾ ടൈംസ് ഓഫ് ഇന്ത്യ, BBC, CNN, ഇതൊക്കെയാണ് വരുന്നത്. അതായത് നല്ല രീതിയിൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മീഡിയ, അത് ഏതൊക്കെയാണെന്ന്. പിന്നെ ഹെഡ്ലൈൻ എന്താണെന്ന് ചോദിക്കുക. ഹെഡ്ലൈൻ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ലൈൻ ഓഫ് എ ന്യൂസ് സ്റ്റോറി അല്ലെങ്കിൽ ടൈറ്റിൽ. മെയിൻ പോയിന്റ്സിനെ സമ്മറൈസ് ചെയ്യും ഫ്യൂ വേർഡ്സിൽ, റീഡറിൻ്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുന്നു. ഗുഡ് ഹെഡ്ലൈൻസ് ഷോർട്ടും ക്ലിയറും ഇൻഫർമേറ്റീവ് ആയിരിക്കും. ഡീബ്രീഫ് എന്താണെന്ന് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പ്രീ ടീച്ച് വൊക്കാബുലറി എന്താണ്? പ്രീ ടീച്ച് വൊക്കാബുലറി എന്ന് വെച്ചാൽ കീ ടേംസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബിഫോർ പ്രസൻറ്റിങ് എ ലെസൺ ഓർ എ ടെക്സ്റ്റ്. കോണ്ടന്റ് മനസ്സിലാക്കാൻ ലേണേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നു. പിന്നെന്താണ്, മീഡിയയിലാണ് ഇത് കൂടുതലും, മീഡിയ ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ മീഡിയ എഡ്യൂക്കേഷനിലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ റൈറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോംസിൽ എഴുതുന്നതാണ് ഈ റൈറ്റിംഗ്, വെബ്സൈറ്റ്, ഇമെയിൽ, ബ്ലോഗ്. പിന്നെ ഹൗസ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? HOUSE. ഹൗസ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഉള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ്, റൈറ്റിങ്ങിൻ്റെയും ഫോർമാറ്റിങ്ങിൻ്റെയും. സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ, ടോൺ ആൻഡ് ലേ ഔട്ട്. പിന്നെ ഓരോ മീഡിയ ഔട്ട്ലെറ്റിനും ഓരോ സ്റ്റൈൽ കാണും, അതിനെയാണ് നമ്മൾ ഹൗസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കോപ്പി റൈറ്റർ? കോപ്പി റൈറ്റർ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഹൂ റൈറ്റ്സ് കോണ്ടന്റ് ഫോർ ആഡ്സ് ആൻഡ് മാർക്കറ്റിംഗ്, അതാണ് കോപ്പി റൈറ്റർ. അതായത് സ്ലോഗൻസ്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്, സെയിൽസ് മെസ്സേജസ് ഒക്കെ എഴുതുന്നത് കോപ്പി റൈറ്റർ ആയിരിക്കും. വോയിസ് ഓവർ എന്ന് വെച്ചാൽ എന്താണ്? നരേഷൻ ഡൺ ബൈ സമ്മൺ, നോട്ട് സീൻ ഓൺ ദ സ്ക്രീൻ. നമ്മൾ മൂവീസിലൊക്കെ വോയിസ് ഓവർ കൊടുക്കത്തില്ലേ, മമ്മൂട്ടി, മോഹൻലാലൊക്കെ, അവരെ സ്ക്രീനിൽ കാണിക്കത്തില്ല, അവരുടെ സൗണ്ട് മാത്രം. അത് ഫിലിമിലും ആഡിലും ഡോക്യുമെൻ്ററീസിലും ആയിരിക്കും കാണുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിലും ടോണാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്താണ് എഡിറ്റോറിയൽസ്? എഡിറ്റോറിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ പീസസ് റിട്ടൺ ബൈ എ ന്യൂസ് പേപ്പേഴ്സ് എഡിറ്റോറിയൽ ബോർഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസും സൊല്യൂഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ റെലവൻസ് ഓഫ് ലോഗ് ലൈൻ. ലോഗ് ലൈൻ്റെ കണ്ടോ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിഷ്വൽ മീഡിയ. വിഷ്വൽ മീഡിയ എന്ന് വെച്ചാൽ TV, ഫിലിം, ഡിജിറ്റൽ വീഡിയോ കണ്ടന്റ് വരും. വിഷ്വൽസ്, സൗണ്ട് ആൻഡ് ടെക്സ്റ്റ് ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. എൻഗേജിങ് ആയിരിക്കും, ഇമോഷണലി ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. പിന്നെ ഗുഡ് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്? ന്യൂസ് പേപ്പറിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ലിസ്ണിംഗ് ആൻഡ് ഒബ്സർവേഷൻ സ്കിൽസ് വേണം, നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം, റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഒരു റാപ്പോ ഉണ്ടാക്കാൻ നോക്കുക നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുമായിട്ട്, നോട്ട് ടേക്ക് ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക ആക്യുറസിക്ക് വേണ്ടി, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. ഇനി കവർ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? മാഗസീൻസിൻ്റെ കവർ ലൈൻസ് എന്ന് വെച്ചാൽ മേജർ സ്റ്റോറീസിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കവർ ലൈൻസ്. റീഡേഴ്സിൻ്റെ അറ്റൻഷനെ അട്രാക്ട് ചെയ്യുന്നു. കോണ്ടന്റ് എന്താണ്, ടോൺ എന്താണ്, നമുക്കൊരു പ്രിവ്യൂ പോലെ കാണിച്ചു തരുന്നു. ബോൾഡ് ഫോണ്ടിലായിരിക്കും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് വേർഡ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഡയലോഗ്സ്, ആക്ഷൻസ്, സീൻസ് ഫോർ വിഷ്വൽ മീഡിയ ക്രാഫ്റ്റ് ചെയ്യുന്നതിനെയാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അത് ആക്ടേഴ്സ് യൂസ് ചെയ്യും, പിന്നെ എന്താണ് ഡയറക്ടേഴ്സും ഒക്കെ ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റ് റൈറ്റ്. ആക്ടേഴ്സ്, അതായത് ഈ ആക്ടേഴ്സിന് വേണ്ടിയും ക്യാമറ മൂവ്മെൻറ്റ്സിന് വേണ്ടിയൊക്കെയുള്ള ഡയറക്ഷൻസ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു സീൻ വരേണ്ടത്, ക്യാരക്ടേഴ്സ് എങ്ങനെ അനങ്ങണം, സംസാരിക്കണം, ബിഹേവ് ചെയ്യണം, ട്രാൻസിഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനകത്ത് വരുന്നത്. പിന്നെ ഗുഡ് ഫിലിം റിവ്യൂവിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് എന്താണ്? ബ്രീഫ് സമ്മറി ഓഫ് ദ പ്ലോട്ട്, സ്പോയിലേഴ്സ് പറയരുത്, ആക്ഷനെയും ഡയറക്ഷനെയും സിനിമാറ്റോഗ്രഫിയെക്കുറിച്ച് പറയുക, തീം ആൻഡ് മെസ്സേജ് എന്താണ്, പേഴ്സണൽ ഒപ്പീനിയൻ വരുത്തുക, പിന്നെ റേറ്റിംഗ്. ഓക്കെ. പിന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO എന്ന് വെച്ചാൽ എന്താണ്? വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. കീവേഡ്സ്, ബാക്ക് ലിങ്ക്, മെത്തേഡ്, അതായത് കുറച്ച് ഡേറ്റാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെയാണ്. പിന്നെ സബ് ഹെഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, പിന്നെ സബ് ഹെഡിങ്സ് എന്ന് വെച്ചാൽ അറിയാലോ, ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ളത് മറ്റേ മെസ്സേജിനെ എക്സ്പാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യണം, റീഡേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതായിരിക്കണം, ഇതൊക്കെയാണ്. പിന്നെ മ്യൂസിക് എന്താണ് അഡ്വർടൈസ്മെൻറ്റിലെ ഇമ്പോർട്ടൻസ്? മ്യൂസിക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ടോൺ ആൻഡ് പേസ് ഉണ്ടായിരിക്കും അഡ്വർടൈസ്മെൻറ്റിന്. പിന്നെ ഒരു മൂഡ് സെറ്റ് ചെയ്യും. ക്യാച്ചി ആയിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ അത് ഷോർട്ട് ടൈംഡ് ആയിരിക്കണം, കൂടുതലാവരുത്. TV അഡ്വർടൈസ്മെൻറ്റും റേഡിയോ അഡ്വർടൈസ്മെൻറ്റും നമ്മുടെ ഡിഫറൻസ് എന്താണ്? TV അഡ്വർടൈസ്മെൻറ്റിനകത്ത് വിഷ്വലും ഓഡിയോയും ഉണ്ട്.
റേഡിയോയ്ക്കകത്ത് സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ, സൗണ്ട് എഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ടി വിക്കകത്തെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിഷ്വൽസ് യൂസ് ചെയ്യുക, റേഡിയോയ്ക്കകത്ത് ഇമാജിനേഷൻ അനുസരിച്ചേ പറ്റൂ. ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റാണ് ടി വിക്ക്, റേഡിയോയ്ക്ക് ഷോർട്ടർ പ്രൊഡക്ഷൻ കോസ്റ്റാണ്. പിന്നെ മീഡിയ കൺവേർജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് പ്രിൻറ്റ്, ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്കാസ്റ്റ്, അതാണ് മീഡിയ കൺവേർജൻസ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റിനെ നമ്മളൊരു ബ്രോഡ് ഓഡിയൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് ബ്രോഡ്കാസ്റ്റ്. അത് റേഡിയോ, ടെലിവിഷൻ അല്ലെങ്കിൽ ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസസ് വഴി. പിന്നെ ഫിലിമിലെ ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സണാലിറ്റി, ഇൻറ്റൻഷൻസ്, ഇമോഷൻസ് കാണിക്കുക, സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ച് പറയുക, സെറ്റിങ്ങിനെ കുറിച്ച് പറയുക, സൗണ്ട് ഡിസൈനെ കുറിച്ച് കാണിക്കുക, അതൊക്കെയാണ്. പിന്നെ ന്യൂസ് ബേസ്ഡ് വെബ്സൈറ്റിന് ഈ സിഗ്നിഫിക്കൻസ്. ന്യൂസ് ബേസ്ഡ് വെബ്സൈറ്റ്സ് എന്ന് വെച്ചാൽ അവർ ന്യൂസിനെ, അതായത് റിയൽ ടൈം അപ്ഡേറ്റ്സ് കൊടുക്കും, ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഇവൻറ്റ്സിനെ കുറിച്ച്, മൾട്ടിമീഡിയ ഇമേജസ് കാണും, കമൻറ്റും ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഇതൊക്കെയാണ്. പിന്നെ ഫിലിം എങ്ങനെയാണ് സൊസൈറ്റി ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുന്നു, കമൻട്രി കൊടുക്കുന്നു, പൊളിറ്റിക്സിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും, ഫാഷൻ, ബിഹേവിയർ ആൻഡ് ടെക്നോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലേ, ഇതൊക്കെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫ്സ്, മാഗസീനിലെ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റിനെ ബ്രേക്ക് ചെയ്ത് വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇമോഷൻസ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങൾ. ഹൈ ക്വാളിറ്റി ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ മാഗസീൻ്റെ ക്രെഡിബിലിറ്റി, അട്രാക്റ്റീവ്നെസ്സിനെ അത് കൂട്ടുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ന്യൂസ് പേപ്പേഴ്സിൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ന്യൂസ് പേപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ന്യൂസ് പേപ്പേഴ്സിൽ പൊളിറ്റിക്കൽ ബയാസിനെ കാണിക്കും എഡിറ്റോറിയൽ ബോർഡ്സിനകത്ത് അവർ എഴുതുമ്പോൾ, എഡിറ്റോറിയൽ പേജസിനകത്ത്. അതായത് അപ്പം അത് ശരിക്കും പറഞ്ഞ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ആകരുത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. പിന്നെ എലമെൻറ്റ്സ് ഓഫ് അഡ്വർടൈസിങ്, മെസ്സേജ്, ടാർഗറ്റ് ഓഡിയൻസ്, വിഷ്വൽ ഡിസൈൻ, കോൾ ടു ആക്ഷൻ, മീഡിയം, ഇതൊക്കെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ പീസസിനെ കുറിച്ച്, സ്ലാങ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫോർമൽ അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് വേർഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ്. അത് നമുക്ക് റീജിയൻ വൈസ്, ഏജ് ഗ്രൂപ്പ് വൈസ്, സോഷ്യൽ സർക്കിൾസ് വൈസ് നമുക്ക് സ്ലാങ് മാറ്റാം. പ്ലേഫുൾ ആകാം, റിബല്യസ് ആവാം, ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. ഫോർമൽ റൈറ്റിങ്ങിൽ നമ്മൾ സ്ലാങ് യൂസ് ചെയ്യത്തില്ല. എന്താണ് ഓപ്പൺ ക്വസ്റ്റ്യൻസ്? ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ സിമ്പിൾ യെസ് ഓർ നോ ആൻസർ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊരു ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻസോളം എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ഇതിനകത്ത്. വീണ്ടും ബൈലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ബൈലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലൈൻ ദാറ്റ് ക്രെഡിറ്റ്സ് ദ ഓതർ ഓഫ് എൻ ആർട്ടിക്കിൾ, അതാണ് ബൈലൈൻ. അത് ന്യൂസ് സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ എൻഡിങ്ങിലായിരിക്കും കാണിക്കുന്നത്. ഓതറിൻ്റെ പേരും ഡീറ്റെയിൽസും പൊസിഷനും ഒക്കെ കാണിക്കുന്നതാണ് ബൈലൈൻ. ബ്രോഡ് ഷീറ്റ് എന്ന് വെച്ചാൽ ലാർജ് ഫോർമാറ്റ് ന്യൂസ് പേപ്പറിനെയാണ് ബ്രോഡ് ഷീറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ടിങ്ങിനാണ് കാണിക്കുന്നത്. ഫോർമൽ ടോൺ ആയിരിക്കും അതിന്. അത് ന്യൂയോർക്ക് ടൈംസിലും ഗാർഡിയനിലുമാണ് ഉള്ളത് കേട്ടോ. പിന്നെ സൈബർ ബുള്ളിങ്ങിൻ്റെ ഫ്രീക്വൻസി എന്താണ്? സൈബർ ബുള്ളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ ഓൺലൈനായിട്ട് ഹരാസ് ചെയ്യുന്നതിനെയാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, ഗെയിമിംഗ് സൈറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ടാബ്ലോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോളർ ന്യൂസ് പേപ്പേഴ്സിനെയാണ് ടാബ്ലോയിഡ്സ് എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും ഗോസിപ്പ് പറയാൻ വേണ്ടിയൊക്കെയാണ് ഇത് നടത്തുന്നത്. നല്ല ബോൾഡ് ഹെഡ്ലൈൻസ് ആയിരിക്കും, ഐ ക്യാച്ചിങ് ഇമേജസ് ഒക്കെ കാണും. ലെസ് ഫോർമൽ ടോണിലായിരിക്കും പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരടാക്സസ് എന്ന് വെച്ചാൽ എന്താണ്? പാരടാക്സസ് എന്ന് വെച്ചാൽ ഒരു റൈറ്റിംഗ് ടെക്നിക്കാണ്. അതായത് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ കുറച്ച് വേർഡ്സിന് ഇടയിൽ ക്ലോസസ് അല്ലെങ്കിൽ കൺജങ്ഷൻസ് ഒക്കെ ചേർക്കുന്നതിനെയാണ് പാരടാക്സസ് എന്ന് പറയുന്നത്. അതായത് ക്വിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോകുന്നതാണ് പാരടാക്സസ് എന്ന് പറയുന്നത്. 5 Ws and 1 H എന്ന് പറയുന്നത് ഏതാണ്? ഹൂ, വാട്ട്, വെയർ, വെൻ, വൈ, അതുപോലെ ഹൗ കേട്ടോ. പിന്നെ ഈ ബുക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂസിലെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോഗിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ന്യൂസ് പേപ്പർ ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം? കൺസൈസ്, ഫാക്ച്വൽ, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. പിന്നെന്താണ്? ഫിലിം ഡയലോഗ്സിൻ്റെ ഫീച്ചേഴ്സ് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് അത് എഴുതണം. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്
അപ്പോൾ അത് നോക്കി വെക്കുക. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു എങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ ഏത് മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നോക്കി വെച്ചേക്കുക. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ജെൻഡർ മീഡിയ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ ആൻഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയിലൂടെ നമുക്ക് ജെൻഡറിനെ കുറിച്ചുള്ള വ്യൂസൊക്കെ നമുക്ക് കിട്ടും. ട്രഡീഷണൽ പോർട്രയൽ ഓഫ് ജെൻഡർ അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെക്കുറിച്ചൊക്കെ ആയിരിക്കുമല്ലോ മോസ്റ്റ് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക്. സ്ലട്ട് ഷേമിങ്ങിനെ കുറിച്ച് പറയാം, ഓൺലൈൻ ഹരാസ്മെൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നെ വീണ്ടും സ്ലോഗൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യൽ ആൻഡ് വെർനാക്കുലർ ലാംഗ്വേജ് ഇൻ മീഡിയ. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. വെർനാക്കുലർ ലാംഗ്വേജസ് റീജിയണൽ ഓഡിയൻസിന് വേണ്ടിയാണ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. പിന്നെ മെയിൻ സ്ട്രീം മീഡിയ വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. എന്താണ് മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.